അലീനയ്ക്ക് വിഷം നൽകി ഇല്ലാതാക്കാൻ റീത്ത അങ്ങനെ പ്രിയ പ്രേക്ഷകരെ കൂട്ടുകാരെ മഴത്തൂരും മുംബൈയിൽ നമ്മുടെ അലീനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് റീത്ത കടക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ട കരുക്കൾ റീത്ത ഒന്ന് നീക്കി തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് പൗലോസിന് ചെറിയ ശത്രുത അലീനയോട് ഉണ്ട് എന്ന് എങ്ങനെയോ റീത്ത മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ അവസരം ഒന്ന് മുതലെടുത്താലോ എന്നുള്ളൊരു ചിന്ത റീത്തയുടെ മനസ്സിലേക്ക് കടന്ന് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ പൗലോസിനെ ഒന്ന് ചൂട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാൻ നോക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. എടാ പൗലോസേ, എന്താടാ നീയുള്ള വീട്ടിൽ ഈ നടക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോടാ അത് അവൻ്റെ മകളാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് ആണെങ്കിൽ എനിക്കത്ര ഉറപ്പില്ലെന്നേ, ഇതെന്തോ പണം തട്ടാനായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിക്കാനായിട്ടോ ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പം നിനക്കൊക്കെ ചോദിക്കാൻ മേലായിരുന്നടാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചി എനിക്കതിനൊന്നും കഴിയില്ലെന്നേ, ഞങ്ങളെ പണിക്ക് വെച്ചിരിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളുടെ ജോലി ചെയ്യാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ, അല്ലാതെ കേണൽ സാബിൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യകതയൊന്നും ഇപ്പോൾ ഞങ്ങൾക്കില്ല, ഞങ്ങളെ അതിന് അനുവദിക്കുകയുമില്ല എന്ന് പറയുന്നു. കൂടാതെ തന്നെയാണെങ്കിൽ റീത്തിയാണെങ്കിൽ അവളെങ്ങനെയാണ് ആള്, അവളൊരു മൂദേവി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മുറ്റ് തന്നെയാണ്. അവൾ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അധികാരം സ്ഥാപിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാരാ വിട്ടുകൊടുക്കോ? ഞാൻ ഒരു തരി പോലും പുറകോട്ട് നിന്നിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ വേണോടാ പൗലോസേ, അവൾമാരെയൊന്നും അധികാരം സ്ഥാപിക്കാനായിട്ട് വിടരുത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുക്കള ഞാൻ ഇതുവരെയും അവൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അല്ലടാ പൗലോസേ, നീയല്ലേ ഇപ്പോഴും ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പുന്നത്, അതുകൊണ്ട് നിനക്ക് ആ അലീനയെ ഒന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയോ? ഭക്ഷണത്തിലോ മറ്റോ എന്തെങ്കിലും എലിവിഷോ കൂടാതെ തന്നെ എന്തെങ്കിലും കൊല്ലാൻ പറ്റുന്ന എന്തെങ്കിലും കലർത്തി വിടാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം എൻ്റെ റീത്ത ചേച്ചി നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പിന്നെ എൻ്റെ പെങ്ങളുടെ കുടുംബത്തിൽ കയറി അവളെയൊന്നും കളിക്കാൻ ഞാനധികം അനുവദിക്കൊന്നുമില്ല, എനിക്കങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു. എൻ്റെ ചേച്ചി ഞാനൊന്നുമില്ല, ഇത് കേസ് മാറും കേട്ടോ, കേസ് മാറിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്ന് നമ്മുടെ പൗലോസ് പറയുമ്പോൾ എടാ കൊല്ലാനൊന്നും അല്ലെന്നേ, കുറച്ച് എലിവിഷം അവൾക്ക് കൊടുക്കുന്ന കറിയിൽ ഒന്ന് ചേർത്താൽ മതി, നീയാവുമ്പോൾ അത് നടക്കും, നിനക്ക് അവളിവിടുന്ന് തുരത്തി ഓടിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം തുരത്തി ഓടിക്കണമെന്ന് കരുതി ജീവിതം വെച്ചുള്ള കളിക്കൊന്നും ഈ പൗലോസ് ഇല്ല ചേച്ചി. കാരണം എന്താണെന്ന് വെച്ചാൽ കുടുങ്ങിക്കഴിഞ്ഞാൽ താൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും, എന്നെക്കൊണ്ട് ചെയ്യിച്ച ചേച്ചി സുഖമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ജീവൻ വെച്ചുള്ള കളിക്കൊന്നും നമ്മളില്ല, പ്രതികാരമൊക്കെ അല്ലാതെ ചെയ്തോളാമെന്ന് പറയുന്നു. ആ കുട്ടി തൻ്റെ ശത്രുവൊന്നുമല്ല, തൻ്റെ അടുക്കളയിൽ ഇന്നത് കാണുമ്പോൾ തെറ്റാന്ന് പറയുന്നുണ്ടെന്നുണ്ട് കരുതി ഞാൻ ആ കുട്ടിയെ കൊല്ലണമെന്നൊന്നും ഒരു പുസ്തകത്തിലും എഴുതി വച്ചിട്ടില്ല. റീത്ത ചേച്ചി ആ കാര്യം എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്താമ്മയുടെ ആദ്യ പടി തന്നെ ഒന്ന് പതറിപ്പോകുന്നുണ്ട്. തുടർന്ന് റീത്താമ്മയാണെങ്കിൽ അലീനയെ കാണുന്നുണ്ട്. അലീനയോട് റീത്താമ്മയൊന്നും സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ, എന്നാലും ആ മൂശാട്ടയെ ആ മൂദേവിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കണ്ട് പോരുന്നുണ്ട്. തുടർന്നാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ കാര്യങ്ങളൊക്കെ അലീന മനസ്സിലാക്കി തുടങ്ങുകയാണ്. അതായത് സ്റ്റാലിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും സ്റ്റാലിൻ പപ്പയെ എങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തിയതെന്നും അലീന തിരിച്ചറിയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത്
പപ്പയുടെ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീ അത് നശിപ്പിച്ചതാണെന്ന് സ്റ്റാൻലി തന്നെ അലീനയോട് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അപ്പോൾ നമ്മുടെ അലീന മനസ്സിലാക്കുന്നുണ്ട് ഈ സ്ത്രീ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അസൂയ തോന്നുന്നൊരു സ്ത്രീയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ എന്തു ചെയ്യാനും മടിക്കില്ല എന്നും അലീന മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, അതായത് പപ്പ പേടിക്കൊന്നും വേണ്ട, എനിക്ക് അവർ വന്നതിലും അവർ പറഞ്ഞതിലും യാതൊരു പേടിയോ പരിഭവമോ ഒന്നും തന്നെയില്ല. എനിക്ക് പപ്പയുടെ കാര്യം ആലോചിച്ചിട്ടാണ് സങ്കടമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ തൻ്റെ ജീവിതമെല്ലാം സ്റ്റാൻലിയോട്, അതായത് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ടെന്നും കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ.